ശ്രീ ജയൻ കെ കെ, ശ്രീ കെ എൻ മുരളി, ശ്രീമതി ലസിന ബാബു, ശ്രീമതി ബിനു ജയകുമാർ, ശ്രീ അയൂബ് കെ എസ്. അല്ലെങ്കിൽ നമ്മുടെ പുതിയ തലമുറയോട് അല്ലെങ്കിൽ പുതിയ കുട്ടികളോട് പറയാനുള്ളത് വേറെ ഒന്നുമല്ല, മാതാപിതാക്കളോടാണ് പ്രത്യേകിച്ച്. ഇത് ഞാനൊരു ആർട്ടിസ്റ്റായിട്ടല്ല കേട്ടോ പറയുന്നത്, ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു കാര്യം പറയാണ്, ആർട്ടിസ്റ്റുകളായിട്ട് നിന്നുകൊണ്ട് അനുഭവിക്കുന്ന കാര്യം പറയാണ്. ഇപ്പോൾ നമ്മുടെ തലമുറയിൽ കാണുന്ന രണ്ട് രീതികളാണ്. ഒന്ന്, പഠിച്ചിട്ട് വിദേശത്തേക്ക് പോവുക. രണ്ട്, എന്തെങ്കിലും മയക്കുമരുന്നിൽ ലഹരിക്ക് അടിമപ്പെടുക. ഈ രണ്ട് രീതിയിലാണ് ഇപ്പോഴത്തെ പുതിയ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വളരെ വ്യക്തമായ കണക്കാണ്. ഇപ്പൊ ഇന്നലെ തന്നെ കൊച്ചിയിൽ 15,000 കോടിയുടെ ലഹരി മരുന്നാ പിടിച്ചതെന്ന് പറയണത്. 15,000 കോടി കൊച്ചിയിൽ മാത്രം ഇറങ്ങിയതാ. ഒന്ന് ആലോചിച്ച് നോക്കി, ഇതൊക്കെ ആരാ മേടിക്കുന്നത്, ആരാ ഉപയോഗിക്കുന്നത്? അപ്പോ അതെ പറയണ്ടല്ലോ. ഇത് പക്ഷെ നമ്മുടെ കുട്ടികളല്ല കേട്ടോ ശ്രദ്ധിക്കേണ്ടത്, സത്യസന്ധമായിട്ട് നമ്മുടെ മാതാപിതാക്കൾ മാത്രം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ഇതൊരു വിദ്യാലയമായതുകൊണ്ട് എനിക്കിത് പറയാതെ പോകാൻ പറ്റിയില്ല, അതുകൊണ്ട് പറഞ്ഞതാണ്. എന്താണ് പറയാതെ, ഇനി വേറെ പ്രത്യേകിച്ചൊന്നും ഞാൻ ഇവിടെ നിന്നല്ലോ പറഞ്ഞത്, ഡാൻസ് ഒന്നും കളിക്കല്ല. ഹലോ ഹലോ സിനി, ഹലോ ഹലോ, ഇത്തിരി ഇട്ടില്ലേ? ഹലോ, ഒരു പൊടിക്കിട്ടില്ലേ കേട്ടാ? ഹലോ സെക്കൻഡ്. വലിയ പ്രൊഫഷണൽ പാട്ടുകാരുടെ പാട്ട് ഇനി ഗാനമേളയൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഇത് ഉള്ളതുപോലെ അങ്ങനെ പാടുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. മഴ പെയ്യുന്നതിന് മുമ്പ് വേഗം ഇട്ടോ. പേരോലം സാന്ത്വനമായി ആലോലം കാറ്റ് സന്ധ്യാരാഗവും തീരവും വേദിയും വേളയിൽ എന്തിനും വന്നു നീ പൂന്തിങ്കളെ തൂവന്നി നെഞ്ചിരുതും നീ മുന്നാടി കനവ്. തുഴന്നില്ലേ കൊതുമ്പു വെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. കാണാനുള്ള മാണിക്കുയിലേ, കാണാറുമാസം കഴിഞ്ഞില്ലേ, അങ്കണത്തൈ മണിമാവിന്റെ കൊമ്പില് എന്റെ പെൺകുയിലാളത്തു വന്നാട്ടെ, എന്റെ പെൺകുയിലാളത്തു വന്നാട്ടെ, വന്നാട്ടെ വന്നാട്ടെ വന്നാട്ടെ. നീ മറന്ന പാട്ടുകൾ നീ പകോത്ത നെഞ്ചിലേറ്റി ഓർത്തു പാടുമ്പോ നീ എനിക്കായി കാത്തു നിന്നില്ലേ. നീ എന്റെ സ്വന്തമല്ലേ, നീ എന്റെ സ്വർഗമല്ലേ, പൂത്തയാവല്ലേ എന്റെ പൂന്തളിരല്ലേ, പൂത്തയാവല്ലേ എന്റെ പൂന്തളിരല്ലേ. ഇതിന്റെ ഇടയിൽ വേറെ തട്ടൊക്കെ മ്യൂസിക് വന്നായിരുന്നിട്ട് കേട്ടോ, പാട്ടിന്റെ ഇടയിൽ എന്താന്ന് എനിക്കെന്നെ എടുത്തില്ല. അപ്പോ വേദിയിലേക്ക് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനും വെടിക്കെട്ട് എന്ന് പറയുന്ന സിനിമയിലെ രണ്ട് താരങ്ങളെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ദീപുൻ ബാബു, റോണി ജോൺ.
ഇവർ രണ്ടുപേരും നല്ല മിമിക്രി ആർട്ടിസ്റ്റുകളാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് രണ്ട് ഐറ്റം ഒരു എടുത്ത് കാണിച്ചു തരും. ഓക്കെ, രണ്ടുപേരും മൈക്ക് കൊടുത്തേ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഈ വേദിയിൽ ഞങ്ങൾക്കും വരാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. ഞാൻ ആദ്യമായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് മലയാള മിമിക്രി വേദിയിൽ നിന്നും നാടക വേദിയിൽ നിന്നും മലയാള സിനിമയിലെത്തുകയും ശക്തമായ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകി അന്തരിച്ചു പോയ NF വർഗീസറിന്റെ സൗണ്ട് ഒന്ന് ഞാൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. എനിക്കറിയാം സണ്ണി, നിന്റെ പ്രശ്നങ്ങൾ കെട്ടുപ്രായം തിരിഞ്ഞു നിൽക്കുന്ന 4 പെങ്ങന്മാർ, ഇവരെല്ലാം കെട്ടിച്ചേർക്കേണ്ട ചുമതല നിന്റെ തലയിലാണെന്നും എനിക്കറിയാം. ഇതെല്ലാം ഒറ്റ രാത്രിയും കൊണ്ട് മാത്രം നേടിയെടുക്കാനുള്ള നിന്റെ മോഹം നീ നിന്റെ മമ്മയെ വിളിച്ചു പറ. വിശ്വത്തിനുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും തീർന്നു. ഞാൻ പൊട്ടടാ. താങ്ക് യു. വെടിക്കെട്ടില്ല. അപ്പോൾ വെടിക്കെട്ടിലെ പാട്ട് കൂടി പാടിയിട്ട് ഞങ്ങൾ ഈ വേദി വിടും കേട്ടോ. കാരണം ഞങ്ങൾക്ക് ഇറങ്ങണമല്ലോ, കാരണം എറണാകുളത്ത് എത്തേണ്ടതാണ്. ഇനി എപ്പോൾ എത്തുന്നുണ്ട്. ചേട്ടാ മൈക്ക് റെഡിയാണോ? ഇത് ഊരാൻ പറ്റില്ല അല്ലേ? അല്ല, ഊരാൻ പറ്റില്ല. മൂന്ന് പേരുടെയും ഒരു കോംബോയാണ് അടുത്തതായിട്ട് നടക്കാൻ പോകുന്നത്. അതിനു മുൻപായി നമ്മുടെ ബിബിൻ ചേട്ടനോടൊപ്പം എത്തിയിരിക്കുന്ന 2 വിശിഷ്ട വ്യക്തികളെ കുറിച്ച് ഏതാനും വാക്കുകൾ. ജന്മം കൊണ്ട് ഇടുക്കിക്കാരൻ, കർമ്മം കൊണ്ട് എറണാകുളംകാരൻ, മിമിക്രിയിൽ നിന്നും മിനി സ്ക്രീനിലേക്ക് ചുവടുവെച്ച് മറ്റാരുമല്ല, റോണി ജോൺ ഇടുക്കി. രസികരാജ, മിന്നും താരം തുടങ്ങിയ പരമ്പരകളിൽ നല്ല ശ്രദ്ധേയമായ വേഷം കൈകാര്യം ചെയ്യുകയുണ്ടായി. 9ഓളം സിനിമകളിൽ ഇതിനകം അഭിനയിച്ചു കഴിഞ്ഞു. വെടിക്കെട്ട് എന്ന് പറയുന്ന സിനിമ നമ്മളൊക്കെ ഒന്ന് കാണേണ്ടതാണ്. ആ സിനിമയിലെ പ്രധാന ഒരു കഥാപാത്രമാണ് അളിയൻ കഥാപാത്രം. ആ അളിയൻ പാത്രത്തെ വളരെ തന്മയത്വമായി അവതരിപ്പിച്ചിരിക്കുന്നതും നമ്മുടെ റോണി ജോൺ ആണ് എന്നുള്ളത് വളരെ സന്തോഷപൂർവ്വം ഞാൻ പറയുകയാണ്. അതോടൊപ്പം തന്നെ യമണ്ടൻ പ്രേമകഥ, മാർഗം കളി, സുമേഷ് രമേഷ്, മൈ നെയിം ഈസ് അഴകൻ തുടങ്ങിയ സിനിമകളിലൊക്കെ ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ഇനി അടുത്തതായി ഒരു പുതിയ പടം റിലീസ് ചെയ്യുകയാണ്. ആൻഡപ്പന്റെ അത്ഭുത പ്രവർത്തികൾ എന്നാണ് ആ സിനിമയുടെ പേര്. ഇപ്പോൾ അദ്ദേഹം ഒരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ സിനിമ ഓർമ്മകൾ മായും മുൻപേ എന്നാണ്. അങ്ങനെ മലയാള സിനിമയിലേക്ക് ഉയർന്നു വരുന്ന ഒരു താരമാണ് നമ്മുടെ റോണി ജോൺ എന്ന് പറയുന്നതിൽ ഒരു സംശയവും വേണ്ട. ഒപ്പം ദീപു N ബാബു, അദ്ദേഹവും മിമിക്രി രംഗത്തു നിന്നുമാണ് സിനിമയിലേക്ക് എത്തിയിരിക്കുന്നത്. ബിബിൻ ജോർജിന്റെയും അതോടൊപ്പം വിഷ്ണു ഉണ്ണികൃഷ്ണന്റെയും അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തു. യമണ്ടൻ പ്രേമകഥ, തിരുമാലി, മൈ നെയിം ഈസ് അഴകൻ എന്നീ സിനിമകളിൽ അഭിനയിച്ചു. വെടിക്കെട്ട് എന്ന് പറയുന്ന സിനിമയിലെ കണ്ടക്ടർ എന്ന് പറയുന്ന കഥാപാത്രമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം അസോസിയേറ്റ് റൈറ്റർ കൂടിയാണ്. മരതകം എന്ന് പറയുന്ന സിനിമ അത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ആൻഡോ ജോസഫ് ആണ്. അദ്ദേഹത്തിന്റെ ആ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് ബിബിൻ ജോർജ് നായകനായി, അതുപോലെ തന്നെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ, സനുഷ, ഇവരാണ് അതിലെ പ്രധാന അഭിനേതാക്കൾ. ആ സിനിമയിൽ വൺ ഓഫ് ദ റൈറ്റേഴ്സ് ആണ് നമ്മുടെ ദീപു N ബാബു. So I'm very happy to introduce all the 3 in front of you at Pazhirikandam today. Go on. വെടിക്കെട്ട് എന്ന് പറയുന്ന സിനിമയിലെ പാട്ടാണ് ഞങ്ങൾ പാടാൻ പോകുന്നത്. ഈ പാട്ടിനൊരു പ്രത്യേകതയില്ല, നിങ്ങൾക്ക് കൂടി ഏറ്റു പാടാവുന്ന. ജോക്കർ വന്നില്ലല്ലോ. നിർത്തിക്കോട്ടെ, മഴ വരുന്നതിന് മുമ്പ് ആയതുകൊണ്ടാണ് ഇതൊന്ന് എല്ലാം ഒന്ന് സ്പീഡാക്കിയത്. അപ്പൊ വെടിക്കെട്ടുള്ള പാട്ടാണ് പാടാൻ പോകുന്നത്. ഇന്ദിവരം എന്ന് തുടങ്ങുന്ന പാട്ടാണ്. അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാണാൻ എന്തൊരു ചന്തമാണിത്, കേൾക്കാൻ എന്തൊരു ഇമ്പമാണിത്. ഇതാണ് 2 വരി, നിങ്ങൾക്ക് ഏറ്റുപാടാം. ഓക്കെ, കാണാൻ എന്തൊരു ചന്തമാണിത്, കേൾക്കാൻ എന്തൊരു ഇമ്പമാണിത്. റെഡി? ചേട്ടൻ മ്യൂസിക്. ഫീഡ്ബാക്ക് കുറച്ചുകൂടി തന്നാൽ കലക്കും. ഇന്ദിവരം പോലഴകുള്ളോള്, ഇന്ദ്രധനുസിൽ പിറന്നവള്, കുന്തിരിക്കത്തിൻ മണമുള്ളോള്, ചെഞ്ചുണ്ടി വീതിയും കഴിക്കുമ്പോള്. ഇന്ദിവരം പോലഴകുള്ളോള്, ഇന്ദ്രധനുസിൽ പിറന്നവള്, കുന്തിരിക്കത്തിൻ മണമുള്ളോള്, ചെഞ്ചുണ്ടി വീതിയും കഴിക്കുമ്പോള്. കാണാൻ എന്തൊരു ചന്തമാണത്, കേൾക്കാൻ
വെപ്പാറി നോക്കിയോള് കണ്ണി മങ്ങച്ചാരിന്നോള് കണ്ണീരുകൾ തലകിയുന്നോള് എന്തൊരു ചന്തമാണത് കേൾക്കാനെന്തൊരു ഇമ്പമാണത് പനവ്യതങ്ങളറിഞ്ഞവള് പാരക്കമോതിര വിട്ടവള് പാരപ്പം പോലെ വെളുത്തവള് ബാബുള്ളരെ പോലെ വിളക്കണോട് എന്തൊരു ചന്തമാണത് കേൾക്കാനെന്തൊരു ഇമ്പമാണത് കുന്നിക്കുരുമ്പോൾ മറുകളോട് കുങ്കുമം നെറ്റി ചാത്തിയോട് പൂവളമല കൊടുത്തവള് ഗോതിരിപ്പുഴയിൽ നീന്തിയോട് എന്തൊരു ചന്തമാണത് കേൾക്കാനെന്തൊരു ഇമ്പമാണത് വെള്ളയിലുള്ളിട്ട് ഓടിയോട് വള്ളി പോലെ നീ പറന്നവള് എന്തൊരു ചന്തമാണത് കേൾക്കാനെന്തൊരു ഇമ്പമാണത് ആലിന പോലെ അടന്നവള് പേരര പോലെ ചുവന്നവള് ചീരയില കളിക്കില്ലിയോട് കാതില കിന്നരം ചൊല്ലിയോട് എന്തൊരു ചന്തമാണത് കേൾക്കാനെന്തൊരു ഇമ്പമാണത് കാതിൽ വിളക്ക് തെളിച്ചവള് കാത്തിരിക്കാന്ന് പറഞ്ഞവള് താങ്ക് യു. അപ്പൊ പ്രത്യേകിച്ച് യാത്ര പറയുന്നില്ല, ഞങ്ങൾ ഇറങ്ങുകയാണ്. ഇത്രയും ദൂരം പോകേണ്ടതാണ്, വേറൊന്നും വിചാരിക്കരുത്. എല്ലാവരോടും സ്നേഹം മാത്രം. ഇനിയും ഇവിടെ നേരത്തെ പറഞ്ഞപ്പോ ഞാൻ മാത്രമാണ് അമർ അക്ബർ തോണിയുടെ, അങ്ങനെയാണ് പറഞ്ഞ റൈറ്റർ അല്ല. അമർ അക്ബർ തോണിയുടെയും കട്ടപ്പനയുടെയും യമണ്ടന്റെയും വെടിക്കെട്ടിന്റെയും പിന്നിൽ എന്റെ കൂട്ടുകാരൻ, നിങ്ങളുടെ സ്വന്തം വിഷ്ണു ഉണ്ണികൃഷ്ണനും കൂടിയുണ്ട്. അവനെയും ഈ സമയത്ത് ഞാൻ ഓർക്കുന്നു. വളരെ വളരെ സന്തോഷം. താങ്ക് യു വെരി മച്ച്.